ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ സുധീഷ് കുമാർ അറസ്റ്റിലായി. കേസിലെ മൂന്നാം പ്രതിയാണ് സുധീഷ് കുമാർ. 2019 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാറിനെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, കോടതിയിൽ അഭിലാലിലേക്ക് ഉടനെത്താം. വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ്. 2019 ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് എന്നുള്ളതാണ്. സുധീഷും ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിൽ അവസരം ഒരുക്കുന്നതിൽ, കൊള്ള നടത്താൻ മുരാരി ബാബുവിനെ ഈ സ്വർണം കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആളായി മാറുന്നു എന്നാണ് ഇപ്പോൾ SIT സംഘം കണ്ടെത്തിയിരിക്കുന്ന വസ്തുതകൾ. ഈ വസ്തുതകൾ കേന്ദ്രീകരിച്ചുള്ള ഇനി പരിശോധനയിലേക്ക് കൂടുതലായി പോകണമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുന്ന അടക്കം നടപടികളിലേക്ക് തുടർ ദിവസങ്ങളിൽ നിന്നും കോടതിയിൽ നിന്നും അനുമതി തേടണം. CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, കോടതിയിൽ ഹാജരാക്കിയോ? നടപടികൾ ആരംഭിച്ചോ? കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കൊടുക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? 1:15 കൂടിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രതിയുമായി പത്തനംതിട്ട കോടതിയിലേക്ക് എത്തിച്ചേർന്നത്. ഉച്ചഭക്ഷണത്തിന് കോടതി പിരിഞ്ഞ ശേഷം ചേരുന്ന വേളയിൽ മാത്രമായിരിക്കും കേസ് പരിഗണിക്കുക. 10 മിനിറ്റിനുള്ളിൽ തന്നെ കോടതി ചേരും എന്ന് കണക്കാക്കുന്നുണ്ട്. കസ്റ്റഡി അപേക്ഷയ്ക്കുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ഒരുപക്ഷെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് കോടതിയിലേക്കായിരിക്കും അയക്കുകയും ചെയ്യുക. അതേസമയം അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കൂടി തെളിയുന്നുണ്ട്. കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്ത തിങ്കളാഴ്ച റാന്നി കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. റാന്നി കോടതി ഇന്ന് അവധിയായതിനാൽ പകരം ചുമതലയുള്ള ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2ലാണ് പ്രതിയെ ഹാജരാക്കിയിട്ടുള്ളത്. ഈ 3 പ്രതികൾ ഇതുവരെ അറസ്റ്റിലാകുമ്പോൾ രണ്ടാമത്തെ പ്രതിക്ക് തത്തുല്യമായ പങ്ക് തട്ടിപ്പിൽ 3ാം പ്രതിയായിട്ടുള്ള D സുധീഷ് കുമാറിനുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. പ്രധാനമായും ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞത് സ്വർണം കൊണ്ടാണ് എന്നതിൻ്റെ പൂർണ്ണ ബോധ്യമുണ്ടായിരിക്കവേ രേഖകളിൽ ചെമ്പ് പാളി എന്ന് എഴുതി ചേർത്ത് ഒപ്പം തന്നെ 1ാം പ്രതിയുടെ കൈവശം ഇത് നവീകരണത്തിനായി കൊടുത്തയക്കാമെന്നുള്ള തെറ്റായ ശുപാർശ ബോർഡിന് നൽകി എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ മഹസറിലും സമാനമായ രീതിയിൽ തന്നെ സ്വർണ്ണപ്പാളികളെ ചെമ്പ് എന്ന നിലയിൽ വിശേഷിപ്പിച്ചു. ചുരുക്കത്തിൽ 1ാം പ്രതിക്ക് പാളികൾ പുറത്തു കൊണ്ടുപോയി അതിലെ സ്വർണ്ണങ്ങൾ തട്ടിയെടുക്കാൻ അവസരമൊരുക്കി എന്നുള്ളതുകൂടി ഇദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റമാണ്. മറ്റൊന്ന്, മഹസർ തയ്യാറാക്കുന്ന വേളയിൽ സ്ഥലത്ത് ഇല്ലാതിരുന്ന ചിലരുടെ പേര് കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ വലിയ ഗൂഢാലോചന. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരാൾ അറസ്റ്റിലാകുമ്പോൾ അത് കോടതി നടപടികളിലേക്ക് കടക്കുന്ന മുറയ്ക്ക് നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം.